ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ദിയാമോളെ കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ന്യൂസുകളിലും ടി വിയിലും വാർത്തകളിലും എല്ലാം കാണാറുണ്ട് ഈ കാണാതായ മക്കളെക്കുറിച്ചൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കാറുണ്ട്. എനിക്ക് വല്ലാത്ത വേദന തോന്നാറുണ്ട്, മനസ്സിന് വല്ലാത്ത വേദന തോന്നാറുണ്ട്. അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ മാതാപിതാക്കളുടെ വേദന ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് എത്ര തീവ്രമായിരിക്കും അവരുടെ വേദനയൊക്കെ. നമ്മൾ പോറ്റി വളർത്തി നമ്മുടെ മക്കൾ ഒരു നിമിഷം നമ്മുടെ കൺമുന്നിൽ നിന്നും കാണാതാവുമ്പോഴുള്ള ആ വേദന സഹിക്കാവുന്നതിലപ്പുറമാണ്. ആ ഒരു വേദന തന്നെയാണ് ദിയാമോളുടെ ഉമ്മയും അനുഭവിക്കുന്നത്. അപ്പൊ ദിയാമോളുടെ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ടു നോക്കുക. സ്വന്തം ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടിനെ കുറിച്ച് അറിയുന്നത്. മച്ചിങ് വേണ്ടിട്ട് ഓട് പൊട്ടിയായിരുന്നു. ഓട് പൊട്ടിയിട്ട് താഴോട്ടേക്ക് വെള്ളം മൊത്തം റൂമിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ഉമ്മ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് തിരികെ കൊടുത്താൽ വെള്ളം കുറച്ച് നിൽക്കാൻ കൊടുത്താൽ തണുപ്പ് കയറൂലാന്ന് പറഞ്ഞ ഞാൻ അടുക്കളയിലെ പാത്രം ഈ ചോറിന് വെള്ളം വെച്ചിട്ട് അതിങ്ങനെ ഞാൻ ഇങ്ങനെ കുടഞ്ഞിട്ട് എവിടെ എന്നാ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേനും കുട്ടി എവിടെയെന്ന് ഉമ്മ ചോദിക്കുന്നത്. ഉമ്മ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉമ്മ കസാറിന്റെ അടുത്തേക്ക് വന്നില്ല, റൂമെന്ന് വിളിച്ച് പറയാണ് ഇതിലൊരു തൊപ്പിയുണ്ട്, മങ്കിത്തൊപ്പി, ഇത് കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന പറയുമ്പോ ദിയ അതല്ലേ ദിയ എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുന്നില്ല, ചിന്തിക്കുന്നില്ല. അത് ഓർക്കുമ്പോഴേ എന്റെ ചങ്കിങ്ങനെ പടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജുനൈദ് പറയുന്ന കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. നമ്മുടെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അടുപ്പിച്ചൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞങ്ങനെ വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നത്. ആടിനെ പട്ടിയാക്കുന്ന കാലമാണ്. ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു ആടുകൾ കൂട്ടമായിട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വേറെ വഴിയിലൂടെയാണ് വന്നത്. അപ്പൊ ആടിനെ പട്ടിയാക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. ഞാൻ ആ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇരട്ടച്ചങ്കരൻ നമ്മൾ വിളിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പല വിഷയങ്ങളിലും ഡ്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ. അപ്പൊ അവരൊക്കെ ഞാൻ ആലോചിക്കുന്നത്, അവരൊക്കെ അപ്പൊ വലിയ വലിയ ആളുകളാണ്, എന്നിട്ട് പോലും അവരൊക്കെ അത്രയും വലിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയക്കാരായാലും. അപ്പൊ ഇത്രയും സ്വാധീനമുള്ള ഇത്രയും വലിയ ആളുകൾ അങ്ങനെയാണെങ്കിൽ വെറും 10,000 സബ്സ്ക്രൈബുള്ള എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആടിനെ പട്ടിയാക്കാൻ അവർക്ക് ഒരു നിമിഷം മതി ചില ആളുകൾക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്റെ കൂടെ ആ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നന്നാവും, ഗുണം ചെയ്യുമെന്ന്. മോളെ കിട്ടാൻ വേണ്ടി ജുനൈദ് കഠിന പ്രയത്നം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ജുനൈദ് അത്രയ്ക്ക് മാത്രം പ്രയത്നിക്കുന്നുണ്ട്. ഓരോ വീഡിയോയും അതുപോലെ തന്നെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് കുഞ്ഞിനെ കിട്ടി എന്നുള്ള ഒരു വാർത്ത കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ ദിയാമോളെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ദിയാമോളെ കാണാതായി ബന്ധപ്പെട്ട് ദിയാമോളെ അറിയുന്നവർ തന്നെയാണ് ഈ ഹീനകൃത്യം ചെയ്തിരിക്കുന്നത്. അല്ലാതെ പുറത്തുള്ളവരാരും ചെയ്യാൻ സാധ്യതയില്ല. അത് പല വീഡിയോകളിലും ജുനൈദ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് അറിയുന്നവർ തന്നെയാണ് ഇതിന് പിന്നിൽ. അതിന് യാതൊരു സംശയമില്ല. ഇതുപോലെ സമാനമായ കേസുകൾ നോക്കുമ്പോൾ ദിയാമോളെയും പെട്ടെന്ന് കിട്ടും. ഈ വീഡിയോ നിരന്തരം ഓരോ യൂട്യൂബേഴ്സും ഇടുന്നത് ദിയാമോളെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഈ വീഡിയോ നമുക്ക് റീക്യാപ്പ് ചെയ്യുമ്പോൾ ഈ കേസിൻ്റെ പ്രധാന വിശദാംശങ്ങൾ അവലോകനം ചെയ്യാനും ഓർക്കാനും കഴിയുന്നു. നമുക്ക് ഈ വീഡിയോകൾ ഓരോന്നോരോന്നും ആയിട്ട് നമുക്ക് ഓരോ യൂട്യൂബേഴ്സും ഇടുമ്പോൾ നമുക്കിത് ഓരോന്നും വിശകലനം ചെയ്യാനും അതുപോലെ ഓർക്കാനും നമുക്കിത് കഴിയുന്നു. അതുപോലെ തന്നെ ഒന്നിലധികം കേസുകൾ താരതമ്യം ചെയ്യുമ്പോൾ അതിലൂടെ കുറ്റവാളികളുടെ പ്രൊഫൈൽ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ രീതി, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയമപാലകർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പാറ്റേണുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കേസുകൾ താരതമ്യം ചെയ്യുന്നത് വ്യത്യസ്ത ഏജൻസികളും അധികാര പരിധികളും തമ്മിലുള്ള മികച്ച ഏകോപനം ഉൾപ്പെടെ കാണാതായ കുഞ്ഞുങ്ങളുടെ പ്രോട്ടോക്കോളുകളും നടപടികളും ക്രമങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. സമാനമായ കേസുകൾ പഠിക്കുന്നതിലൂടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ തടയുന്നതിനും സുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് പൊതുബോധവൽക്കരണ ക്യാമ്പുകൾ അതുപോലെ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തുന്നത് വഴി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ ഓരോ ക്യാമ്പയിനുകളും ഇങ്ങനെ നമുക്ക് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ അതിൽ കുട്ടികൾക്ക് ഓരോ ബോധവൽക്കരണം നൽകുകയാണെങ്കിൽ നമ്മൾക്ക് ഈ തട്ടിക്കൊണ്ടുപോകുന്ന
കേസുകൾ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ പല രീതികളിലും പല ഇതിലുമാണ് പിള്ളേർ തട്ടിക്കൊണ്ട് പോകുന്നത്. ഓരോ ഏജൻസി, ഇതിന് തന്നെ ഓരോ ഏജൻസികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ തട്ടിക്കൊണ്ട് പോകലിന് തന്നെ ഓരോ ഏജൻസികളുണ്ട്. അപ്പോൾ അത് നമുക്ക് കുട്ടികളിലേക്ക് ഒരു ബോധവൽക്കരണം നൽകുകയാണെങ്കിൽ നമുക്ക് ഈ തട്ടിക്കൊണ്ട് പോകലൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ആ കുട്ടികൾക്ക് ഒരു ഇതുണ്ടാകും, എന്നെ തട്ടിക്കൊണ്ട് പോകണം, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതെന്നെല്ലാം നമുക്ക് തടയാൻ കഴിയും. കുട്ടികൾക്ക് തന്നെ ഒരു ഇത് കിട്ടും. നമുക്ക് തട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ഇത് കൊടുക്കുക. ഓരോ ക്യാമ്പയിനുകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെയൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ട് പോയ ഉടനെ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഈ മക്കളെ തട്ടിക്കൊണ്ട് പോകുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും അതുപോലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇത് തന്നെയാണ്, നമ്മളെ കുട്ടികളിനെ ഒരുപാട് സഹായിക്കും. ഇപ്പോൾ കഴിഞ്ഞൊരു ഇതിൽ തന്നെ 2 മക്കളിനെ തട്ടിക്കൊണ്ടുപോയത്, അതിൽ ഒരു കുഞ്ഞ് കാറിൽ കയറ്റുന്ന സമയത്ത് ഇറങ്ങിപ്പോയി. എല്ലാവരും കണ്ടതായിരിക്കും ആ ഒരു ന്യൂസ്. അപ്പോൾ ആ ഒരു മോളെയാണ് തട്ടിക്കൊണ്ടുപോയത്. ആ മൂത്ത മോന് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആ വീട്ടിലും അതുപോലെ പോലീസിനെ അറിയിച്ചപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ബോധവൽക്കരണം ഇങ്ങനെ നൽകുകയാണെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോക്ക് നമുക്ക് ഒരു പരിധിവരെ നല്ലതുപോലെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പം നമുക്ക് അവരെന്തൊക്കെ ഇതാണ് സ്വീകരിക്കണമെന്ന് അറിയില്ല എങ്കിലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇത് തടയാൻ കഴിയും. അതുപോലെ തന്നെ ജുനൈദ് 2 വർഷമായി ഈ കേസിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് പ്രവർത്തിക്കുന്നു. ജുനൈദ് എത്ര പെട്ടെന്ന് ഈ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ, ജുനൈദിന് എത്രയും പെട്ടെന്ന് ഈ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 2 വർഷത്തോളം ഇതിന് പുറകെ നടക്കുന്നു. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ ഇന്ന് കുറച്ചുകൂടിയേ ഉള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ, ദിയ ഫാത്തിമ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ. ജുനൈദിൻ്റെ ലക്ഷ്യം പാഴാകാതിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ജുനൈദിൻ്റെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അധികം താമസിക്കില്ല. എന്തായാലും ഇനിയുള്ള ജുനൈദിൻ്റെ വീഡിയോകളിലൂടെ നമുക്ക് കുഞ്ഞിനെ കിട്ടി എന്ന് തന്നെ കേൾക്കാൻ കഴിയട്ടെ. എനിക്കും ആ ഒരു ഇത്രയും ഞാൻ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ദിയ ഫാത്തിമയെക്കുറിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിന് അടുത്ത വീഡിയോ ഞാൻ അടുത്ത വീഡിയോ കുഞ്ഞിനെ കിട്ടി എന്നുള്ളൊരു വീഡിയോ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം തോന്നുന്നത്. അത്രയ്ക്ക് മാത്രം ആഗ്രഹമുണ്ട് ദിയ മോളെ കിട്ടാൻ. എനിക്ക് മാത്രമല്ല, ഈ ഓരോ കുടുംബത്തിനും ഓരോ മാതാപിതാക്കൾക്കും ദിയ മോളെ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിയ ഫാത്തിമ എന്ന മോളെ എത്രയും പെട്ടെന്ന് കിട്ടാൻ സാധിക്കട്ടെ. ജുനൈദിന് ആ മോളെ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ഈ സന്തോഷം കൊണ്ടുള്ള ഒരു വീഡിയോ ആകട്ടെ എന്നാണ് ഓരോ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അടുത്ത വീഡിയോ ഈ മോളെ കിട്ടി എന്നുള്ളൊരു വാർത്തയായിരിക്കണം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബായ്.